നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സുതാര്യമായ അന്വേഷണം വേണമെന്ന് മുൻ കേന്ദ്രമന്ത്രിയും ബി നേതാവുമായ രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. സിനിമയിൽ ചില ആളുകൾക്ക് കൂടുതൽ അധികാരമുണ്ടെന്നും അവരാണ് സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ സ്വാധീനത്തിൽ നടപടി മൂടിവെക്കാൻ പാടില്ലെന്നും സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്തേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുരക്ഷിതമായ തൊഴിലിടവും തൊഴിലന്തരീക്ഷവും സൃഷ്ടിക്കുന്നതിൽ സിനിമാ മേഖലയിലെ സംഘടിതമായ അമ്മ ഉൾപ്പെടെ ഉള്ളവർ പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. ഭയമില്ലാതെ സുരക്ഷിതമായി തൊഴിലെടുക്കുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നത് അവരുടെ ഉത്തരവാദിത്വമായിരുന്നു. സിനിമാ പ്രവർത്തകരായ സ്ത്രീകളെ സംരക്ഷിക്കേണ്ടത് അവരുടെ ബാധ്യതയും അധികാരവുമായിരുന്നു. എന്നാൽ അക്കാര്യത്തിൽ അവർ വേണ്ടത്ര ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കേരളത്തിലെ സിനിമാ വ്യവസായത്തിലെ അധികാരത്തിന്റെ അസമത്വങ്ങൾ ഹേമ കമ്മിറ്റി തുറന്നുകാട്ടുകയും ദുർബലരായ സ്ത്രീ സിനിമാ പ്രവർത്തകരെ ചിലരെല്ലാം ചൂഷണം ചെയ്യുന്നത് അവരുടെ തന്നെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ തുറന്നുകാട്ടുകയും ചെയ്തു. അധികാരത്തിന്റെ മറവിൽ ഏതാനും ആൾക്കാർ സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുകയാണ്. ഇത് വേഗത്തിലും സുതാര്യവും ന്യായവുമായ നിയമപ്രകാരം അന്വേഷിക്കുകയും കുറ്റവാളികൾക്ക് കർശനമായ ശിക്ഷ ഉറപ്പാക്കുകയും വേണമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ഹേമ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ട് പുറത്തേക്ക് വന്നത്. 4.5 വർഷം സർക്കാർ പൂർത്തിവെച്ച റിപ്പോർട്ട് നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ പ്രസിദ്ധീകരിച്ചതോടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പൊതുമധ്യത്തിൽ വന്നത്. സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ചും നടിമാർ തുറന്നു പറഞ്ഞു. പരിഹാര നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി സർക്കാരിന് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ലൈംഗിക അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ സ്വമേധയാ കേസെടുക്കാൻ വകുപ്പുണ്ടായിട്ട് പോലും റിപ്പോർട്ടിലെ ആരോപണങ്ങൾക്ക് മേൽ സർക്കാർ ഒന്നും ചെയ്തില്ല. നിയമപരമായ തുടർ നടപടിയിൽ തടസ്സമുണ്ടായിരുന്നു എന്നായിരുന്നു വാദം. പിന്നാലെ നടിമാർ തന്നെ തങ്ങൾക്ക് നേരിട്ട അതിക്രമങ്ങൾ പൊതുജന മധ്യത്തിൽ തുറന്നു പറയാൻ തയ്യാറായി. നടൻ സിദ്ദിഖ്, ഇടവേള ബാബു, മുകേഷ്, ബാബുരാജ്, ജയസൂര്യ, മണിയൻപിള്ള രാജു അടക്കം നിരവധി താരങ്ങൾക്കെതിരെയാണ് ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. നടൻ സിദ്ദിഖ് അമ്മ നേതൃസ്ഥാനം ഒഴിഞ്ഞു. പിന്നാലെ ആരോപണങ്ങൾ കടുത്തതോടെ അമ്മ ഭരണസമിതി തന്നെ പിരിച്ചുവിട്ടു. നിലവിൽ സിദ്ദിഖിനെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ്. സിനിമാ മേഖലയിൽ മാത്രമല്ല സ്ത്രീകൾ അതിക്രമത്തിന് വിധേയമാകുന്നത്. സർക്കാർ ജീവനക്കാർക്കിടയിലും മറ്റ് തൊഴിലിടങ്ങളിലും സ്ത്രീകൾ ചൂഷണത്തിന് വിധേയമാകുന്നുണ്ട്. എന്നാൽ അതൊന്നും തന്നെ അവർക്ക് തുറന്നു പറയാൻ ഇത്തരത്തിലുള്ള കമ്മിറ്റി റിപ്പോർട്ട് യാതൊന്നും തന്നെ ഇല്ല. ഇത്തരത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ വാർഷിക റിപ്പോർട്ട് എന്ന രീതിയിൽ സർക്കാർ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും എന്നാൽ ഈ വെളിപ്പെടുത്തലുകൾ ഒന്നേ തന്നെ ഇന്നേ വരെയും വെളിച്ചം കണ്ടിട്ടില്ല. ഇത് വിവാദമാവുകയോ ആരും ഏറ്റുപിടിക്കുകയോ ഉണ്ടാവുന്ന സാഹചര്യമില്ല. ഇതാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട നീതി എന്നാണ് നാം ചോദിക്കേണ്ടത്.